രാജ്യം 77ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിലെ കർത്തവ്യ പഥ് അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ മുഖ്യപ്രമേയമായാണ് ഇത്തവണ ആഘോഷങ്ങൾ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പരേഡിൽ അണിനിരക്കാൻ ഇത്തവണ കേരളത്തിന്റെ ടാബ്ലോയും ഉണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ദിനാശംസകൾ, ഒരുക്കങ്ങൾ എങ്ങനെ, എത്രത്തോളം അഭിമാനകരമായി നമുക്കിന്നത് വീക്ഷിക്കാൻ കഴിയുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം മുഴുവൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഒരു റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. ഇന്ന് രാജ്യം ഈ 77ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 1.5-2 മണിക്കൂറുകൾക്ക് ശേഷം ഡൽഹിയിലെ കർത്തവ്യ പഥിൽ പ്രൗഢഗംഭീരമായ പരേഡ് ആരംഭിക്കുന്നതായിരിക്കും. 10:30 കൂടിയാണ് പരേഡിൻ്റെ ഈ തുടക്കം. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി ഈ പുഷ്പചക്രം അർപ്പിക്കുന്നതോടുകൂടിയാണ് ഈ 77ാം റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങുകൾക്ക് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ കരുത്തായിരുന്ന സൈനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ പരേഡിൻ്റെ ഭാഗമായി അണിനിരത്തുന്നതായിരിക്കും. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ, ഉത്തരേന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെങ്കോട്ട ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഭീകരാക്രമണ സാധ്യതകൾ സംബന്ധിച്ചുള്ള ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകൾ ഇത്തവണ ഉണ്ട്. കാരണം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൻ്റെ ഒരു ഫ്ലോട്ട് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ന് ഫ്ലോട്ട് ഈ പരേഡിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 2 വർഷവും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഫ്ലോട്ട് ഈ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഭാഗമായിരുന്നില്ല. ആത്മനിർഭര ഭാരതത്തിനായി ആത്മനിർഭര കേരളം എന്നതാണ് കേരളത്തിൻ്റെ ഈ ഫ്ലോട്ടിൻ്റെ ടാഗ് ലൈൻ. കൊച്ചിയിലെ വാട്ടർ മെട്രോ, അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയ വിഷയങ്ങൾ ഊന്നിയാണ് കേരളത്തിൻ്റെ ഫ്ലോട്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണത്തെ ഈ റിപ്പബ്ലിക് ദിന പരേഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വന്ദേ മാതരമാണ് മുഖ്യ ഫ്ലോട്ടായി തന്നെ മുഖ്യ തീമായി അവതരിപ്പിച്ചിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലെ ഫ്ലോട്ടുകൾക്ക് ഈ വന്ദേ മാതരം എന്ന തീമാണ് ഇത്തവണ ഉള്ളത്. അതായത് 30ഓളം ഫ്ലോട്ടുകളാണ് ഉള്ളത്. അതിൽ 6 സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾക്ക് ഇത്തവണ വന്ദേ മാതരമാണ് ടീമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വന്ദേ മാതരത്തിൻ്റെ വരികളുടെ പശ്ചാത്തലത്തിൽ ഉള്ള ചിത്രങ്ങളും മറ്റും ഈ പരേഡ് നടക്കുന്ന കർത്തവ്യപഥിന്റെ ഇരുഭാഗങ്ങളിലും. സിന്ധൂറിന് ശേഷം നടക്കുന്ന ആദ്യ റിപ്പബ്ലിക് ദിനം എന്ന നിലയിൽ യുദ്ധവേഷത്തിൽ എത്തുകയാണല്ലോ സൈനികരൊക്കെ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഇല്ലേ? തീർച്ചയായും അതൊരു വലിയ പുതുമയുള്ള ഒരു കാര്യമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന നിലയിൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന ഒരു പരേഡിനാണ് ഈ രാവിലെ 10:30 ഈ കർത്തവ്യ പഥ് വേദിയാകാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ മോത്തി പറഞ്ഞതുപോലെ തന്നെ ഒരു ബാറ്റിൽ അറേ ഫോർമേഷൻ, അഥവാ യുദ്ധത്തിൽ സൈനികർ എങ്ങനെയാണോ അണിനിരക്കുന്നത് ആ ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റെജിമെൻറ്റും ഇതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ പരേഡിൽ ഭാഗമാകുന്നതായിരിക്കും. പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ഇന്ത്യയുടെ അഭിമാനമായ 61 കാവലറിയിൽപ്പെട്ട സൈനികരാണ് ഈ ബാറ്റിലറി ഫോർമേഷൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ബാറ്റിലറി ഫോർമേഷനൊന്നും റിപ്പബ്ലിക് ഡേ പരേഡിൻ്റെ ഭാഗമായി അണിനിരക്കാറില്ല. പക്ഷേ ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ബാറ്റിലറി ഫോർമേഷൻ്റെ ഭാഗമായി ഈ സൈനികർ ഈ റിപ്പബ്ലിക് ഡേ പരേഡിൽ അണിനിരക്കുന്നതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ വ്യോമസേനയുടെ ഫ്ലൈ പാസ്റ്റിൻ്റെ ഒരു ഫോർമേഷൻ ഓപ്പറേഷൻ സിന്ദൂറാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ അണിനിരന്ന ഇന്ത്യയുടെ അഭിമാനമായ യുദ്ധവിമാനങ്ങളുടെ ഒരു ഫോർമേഷൻ ഇത്തവണത്തെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് അതിന്റെ ആകാംക്ഷ കളയണ്ട എന്ന് തോന്നുന്നു. നമ്മൾ കാത്തിരിക്കുകയാണ്. പരേഡ് ആരംഭിക്കുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ബാലഗോപാലിനോട് കൂടുതൽ വിശദാംശങ്ങളും ചോദിക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു ബാലഗോപാലിന്.